പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഈ മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ഇന്ന് ദിവസം 315. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ലൂക്കാ അധ്യായം 6, 7, 8, സുഭാഷിതങ്ങൾ അധ്യായം 26, വാക്യങ്ങൾ 1 മുതൽ 3 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ലൂക്കാ അധ്യായം 6. സാബത്തിനെപ്പറ്റി തർക്കം. ഒരു സാബത്ത് ദിവസം യേശു ധാന്യവയലിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നുകൊണ്ടിരുന്നു. പരിസേയരിൽ ചിലർ ചോദിച്ചു, എന്തുകൊണ്ടാണ് സാബത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നത്? യേശു മറുപടി പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും കൂടെയുണ്ടായിരുന്നവരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തതെങ്ങനെ? അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിൻ്റെ കർത്താവാകുന്നു. മറ്റൊരു സാബത്തിൽ അവൻ സെനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലത് കൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. നിയമജ്ഞരും പരിസേയരും അവനിൽ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി, സാബത്തിൽ സുഖപ്പെടുത്തുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുക്ക് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവൻ ചുറ്റുമുള്ളവരെ എല്ലാം നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, നിന്റെ കൈ നീട്ടുക. അവൻ അങ്ങനെ ചെയ്തു. അവൻ്റെ കൈ സുഖപ്പെട്ടു. അവർ രോഷം പൂണ്ട് യേശുവിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് പോയി. അവിടെ അവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. അവർ പത്രോസ് എന്നവൻ പേര് നൽകിയ ശിമയോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമസ്, അൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ശിമയോൻ, യാക്കോബിൻ്റെ മകനായ യൂദാസ്, ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ്. സമതലത്തിലെ ശുശ്രൂഷ. അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ കൂട്ടവും യൂദയ മുഴുവനിൽ നിന്നും ജെറുസലേമിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നുമുള്ള ജനത്തിൻ്റെ വലിയൊരു സംഘവും ഉണ്ടായിരുന്നു. അവർ അവനെ ശ്രവിക്കുന്നതിനും തങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുന്നതിനും വന്നു. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവരും സുഖപ്പെട്ടു. ജനക്കൂട്ടമെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ ശ്രമിച്ചിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെടുകയും എല്ലാവരെയും സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. സുവിശേഷ ഭാഗ്യങ്ങൾ. അവൻ തൻ്റെ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുൾ ചെയ്തു, ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ, എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാകുന്നു. ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ, എന്തെന്നാൽ നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ, എന്തെന്നാൽ നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി പുറന്തള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ. ആ ദിവസം നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ചു ചാടുകയും ചെയ്യുവൻ, എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. ദുരിതങ്ങൾ. എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങൾ വിലപിക്കുകയും കരയുകയും ചെയ്യും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു. ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചകിട്ടത്തടിക്കുന്നവന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക. നിന്റെ മേലങ്കി എടുക്കുന്നവന് കുപ്പായവും നിഷേധിക്കരുത്.
നിന്നോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക. നിന്റെ വകകൾ എടുത്തുകൊണ്ടു പോകുന്നവനിൽ നിന്ന് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അത് തന്നെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? അത്രത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രരായിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണയുള്ളവനാണ്. നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും അനുകമ്പയുള്ളവരായിരിക്കുവിൻ. അന്യരെ വിധിക്കരുത്. വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി നിറഞ്ഞു കവിയുന്ന നല്ല അളവിൽ അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. കാരണം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും തിരിച്ചളന്ന് കിട്ടും. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു. കുരുടന് കുരുടനെ നയിക്കാൻ സാധിക്കില്ലല്ലോ. ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ മേലെയല്ല. എന്നാൽ അഭ്യസനം പൂർത്തിയാകുമ്പോൾ ഓരോരുത്തനും ഗുരുവിനെ പോലെയാകും. നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടികഷണം ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? സ്വന്തം കണ്ണിലെ തടികഷണം കാണാതിരിക്കെ, സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തുകളയട്ടെ എന്ന് നിന്റെ സഹോദരനോട് പറയാൻ നിനക്കെങ്ങനെ കഴിയും? കപടനാട്യക്കാരാ, ആദ്യം നിന്റെ കണ്ണിലെ തടികഷണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ നിന്റെ കാഴ്ച തെളിയും. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. നല്ല വൃക്ഷം ചീത്തഫലങ്ങൾ കായ്ക്കുന്നില്ല. നല്ല ഫലം കായ്ക്കുന്ന ചീത്ത വൃക്ഷങ്ങളുമില്ല. ഓരോ വൃക്ഷവും അതതിൻ്റെ ഫലം കൊണ്ടറിയുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുന്നില്ല. ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിക്കുല പറിക്കുന്നുമില്ല. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല ശേഖരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടനാകട്ടെ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഉറച്ച അടിസ്ഥാനം. നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നവ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്ത് വരികയും എൻ്റെ വചനങ്ങൾ കേൾക്കുകയും അവയനുസരിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത മനുഷ്യനോട് സദൃശനാണവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ജലപ്രവാഹം ആ ഭവനത്തിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ അത് ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് നല്ലവണ്ണം പണിയപ്പെട്ടിരുന്നു. എന്നാൽ കേട്ടിട്ടും അതനുസരിക്കാത്ത മനുഷ്യൻ അടിസ്ഥാനമില്ലാത്ത മണ്ണിൽ ഭവനം പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു. ഉടനെ അത് നിലം പൊത്തി. ആ ഭവനത്തിൻ്റെ തകർച്ച വലുതായിരുന്നു. ലൂക്ക അധ്യായം 7. ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു. യേശു ജനം കേൾക്കെയുള്ള തൻ്റെ വാക്കുകളെല്ലാം പൂർത്തിയാക്കിയപ്പോൾ കഫർനാമിലേക്ക് പ്രവേശിച്ചു. ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു. അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു. ശതാധിപൻ യേശുവിനെപ്പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ യഹൂദ ശ്രേഷ്ഠന്മാരെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് താൽപ്പര്യപൂർവ്വം യാചിച്ചു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. ഭവനത്തിൽ നിന്ന് അവൻ അധികം അകലെയല്ലാതിരുന്നപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അതിനാൽ അങ്ങയുടെ അടുത്ത് നേരിട്ട് വരാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങൊരു വാക്കുച്ചരിക്കുക, എൻ്റെ ഭൃത്യൻ സുഖപ്പെടട്ടെ. കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പറയുന്നു, പോകുക, അവൻ പോകുന്നു. വേറൊരുവനോട് വരിക, അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക, അവൻ ചെയ്യുന്നു. യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ ആരോഗ്യവാനായിരിക്കുന്നത് കണ്ടു. വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു.
അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുയാത്ര ചെയ്തു. അവൻ നഗരകവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. അവൻ അമ്മയുടെ ഏകപുത്രനായിരുന്നു. അവൾ വിധവയും. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട അനുകമ്പ തോന്നി കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരിക്കുകയും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. യേശു അവനെ അമ്മയ്ക്കേൽപ്പിച്ചു കൊടുത്തു. ഭയം എല്ലാവരെയും ഗ്രസിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉയർന്നിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെപ്പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും സമീപ പ്രദേശങ്ങളിലും പരന്നു. സ്നാപകന്റെ ശിഷ്യന്മാർ യേശുവിനെ സമീപിക്കുന്നു. ഇവയെപ്പറ്റിയെല്ലാം യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച് ഇങ്ങനെ ചോദിക്കാൻ കർത്താവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? അവർ അവൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ആ സമയം യേശു അനേകം പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ അവരോട് മറുപടി പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സദ്വാർത്ത അറിയിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ അനുഗ്രഹീതൻ. യോഹന്നാനെക്കുറിച്ച് യേശുവിൻ്റെ സാക്ഷ്യം. യോഹന്നാൻ്റെ ദൂതന്മാർ പോയപ്പോൾ യേശു അവനെപ്പറ്റി ജനക്കൂട്ടത്തോട് പറയാൻ തുടങ്ങി, എന്ത് കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? കാറ്റിൽ ഉലയുന്ന ഞാങ്ങണയോ? അല്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ? മൂടിയായി വസ്ത്രം ധരിച്ച് ആഡംബരത്തിൽ ജീവിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണല്ലോ. അല്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെയോ? അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനെ. ഇവനെപ്പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഇത് കേട്ട് ജനം മുഴുവനും ചുങ്കക്കാരും യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ച് ദൈവത്തിൻ്റെ നീതി അംഗീകരിച്ചു. പരിസേയരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാൻ്റെ സ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിരസിച്ചു കളഞ്ഞു. ഈ തലമുറയുടെ മനുഷ്യരെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? അവർ എന്തിനോട് തുല്യരാണ്? അവർ ചന്തസ്ഥലത്തിരുന്ന് പരസ്പരം വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ കരഞ്ഞില്ല. എന്തെന്നാൽ സ്നാപക യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു. അവൻ പിശാച് ബാധിതനാണ് എന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ ഇതാ, ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു. ജ്ഞാനം തൻ്റെ സകല സന്താനങ്ങളാലും നീതിമത്കരിക്കപ്പെടുന്നു. പാപിനിക്ക് മോചനം. പരിസേയരിലൊരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ പരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധതൈലം കൊണ്ടുവന്ന് അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ നനയ്ക്കുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു തുടങ്ങി. ഇത് കണ്ട് അവനെ ക്ഷണിച്ച ആ പരിസേയൻ ആത്മഗതം ചെയ്തു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. എന്തെന്നാൽ ഇവളൊരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു അരുൾ ചെയ്താലുമെന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 ദനാറ കടപ്പെട്ടിരുന്നു, മറ്റവൻ 50. വീട്ടാൻ വകയില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ അവരിൽ ആര് അവനെ കൂടുതൽ സ്നേഹിക്കും? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്കവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവനെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു.
അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീരുകൊണ്ട് എൻ്റെ കാൽ നനയ്ക്കുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അയാൾ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിൽ പോകുക. ലൂക്ക അധ്യായം 8. യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ. അതിനുശേഷം അവൻ പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുകയും ചെയ്തുകൊണ്ട് പട്ടണങ്ങളും ഗ്രാമങ്ങളും തോറും സഞ്ചരിക്കുകയായിരുന്നു. അവനോടുകൂടെ 12 പേരും. ദുഷ്ടാത്മാക്കളിൽ നിന്നും വ്യാധികളിൽ നിന്നും സുഖമാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്ന മറിയവും ഹേറോദേസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാന്നയും സൂസന്നയും മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ തങ്ങളുടെ സ്വത്തുകൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്നു. വിധക്കാരൻ്റെ ഉപമ. വലിയ ജനക്കൂട്ടവും ഓരോ പട്ടണത്തിൽ നിന്നുള്ളവരും തൻ്റെ അടുത്ത് കൂടിയപ്പോൾ അവൻ അവരോട് ഉപമയിലൂടെ അരുൾ ചെയ്തു. വിധക്കാരൻ തൻ്റെ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. അത് ചവിട്ടപ്പെടുകയും ആകാശത്തിലെ പക്ഷികൾ തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ചു പൊങ്ങിയപ്പോൾ നനവില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉപമയുടെ വിശദീകരണം. ഈ ഉപമയുടെ അർത്ഥമെന്തെന്ന് അവൻ്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർക്കാകട്ടെ ഉപമകളിലൂടെയും. അവർ കണ്ടിട്ടും കാണാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും വേണ്ടിയാണിത്. ഉപമ ഇതാണ്: വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണതാകട്ടെ കേൾക്കുമ്പോൾ ആ വചനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറച്ച് സമയത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണുപോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത്. കേട്ടിട്ടും പോകും വഴി ഉത്കണ്ഠകൾ, സമ്പത്ത്, ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരുമാണ്. നല്ല നിലത്ത് വീണതോ ഉത്കൃഷ്ടവും നല്ലതുമായ ഹൃദയത്തിൽ വചനം കേട്ട് മുറുകെ പിടിക്കുകയും ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവരാകുന്നു. ദീപം മറച്ചു വെക്കരുത്. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർ വെളിച്ചം കാണാൻ അത് ദീപപീഠത്തിന്മേൽ വെക്കുന്നു. വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും മറഞ്ഞിരിക്കുന്നതും ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്നവൻ വിചാരിക്കുന്നത് കൂടിയും എടുക്കപ്പെടും. യേശുവിൻ്റെ അമ്മയും സഹോദരരും. പിന്നീട് അവൻ്റെ അമ്മയും സഹോദരരും അവൻ്റെ അടുത്ത് വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവനുമായി കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും നിന്റെ സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് അവർ അറിയിച്ചു. അവൻ അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും. കൊടുങ്കാറ്റ് ശാന്തമാക്കുന്നു. ഒരു ദിവസം യേശുവും അവൻ്റെ ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി. അവൻ അവരോട് പറഞ്ഞു, നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാം. അവർ പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങി. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി. മുങ്ങിത്തുടങ്ങിയ അവർ അപകടത്തിലായി. അവർ അടുത്തു വന്ന്, ഗുരോ, ഗുരോ, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും
അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. അതിനുശേഷം അവർ വഞ്ചിയിൽ ഗലീലിക്കെതിരെയുള്ള ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ കരക്കിറങ്ങിയപ്പോൾ ആ പട്ടണത്തിൽ നിന്ന് പിശാച് ബാധയുള്ള ഒരുവൻ അവനെ സമീപിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലല്ല, കല്ലറകളിലാണ് അവൻ വസിച്ചിരുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീഴുകയും വലിയ സ്വരത്തിൽ പറയുകയും ചെയ്തു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രാ, എനിക്കും നിനക്കുമെന്ത്? ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, എന്നെ പീഡിപ്പിക്കരുത്. കാരണം ആ മനുഷ്യനിൽ നിന്ന് പുറത്തു പോകാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചിരുന്നു. പലപ്പോഴും അത് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ അതെല്ലാം തകർക്കുകയും അശുദ്ധാത്മാവ് വിജനപ്രദേശങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകുകയും ചെയ്യുമായിരുന്നു. യേശു അവനോട് ചോദിച്ചു, നിന്റെ പേരെന്ത്? അവൻ പറഞ്ഞു, ലെഗിയോൻ. എന്തെന്നാൽ അനേകം പിശാചുക്കൾ അവനെ ആവേശിച്ചിരുന്നു. പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്ന് അവ അവനോട് യാചിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം കുന്നിൻ പുറത്ത് തീറ്റ തിന്നുന്നുണ്ടായിരുന്നു. ആ പന്നികളെ ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു. അവൻ അവയെ അനുവദിച്ചു. അപ്പോൾ അവ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം കീഴ്ക്കാംതൂക്കായ ചരിവിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞ് മുങ്ങിച്ചത്തു. പന്നികളെ തീറ്റുന്നവർ സംഭവിച്ചത് കണ്ട് ഓടിച്ചെന്ന് പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ആളുകൾ പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. പിശാച് ബാധയിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ കാൽക്കലിരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാച് ബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എന്ന് അത് കണ്ടവർ അവരെ അറിയിച്ചു. തങ്ങളെ വിട്ടുപോകണമെന്ന് ഗരസേനരുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം അവനോട് അപേക്ഷിച്ചു. എന്തെന്നാൽ വലിയ ഭയം അവരെ ഗ്രസിച്ചിരുന്നു. പിശാച് ബാധയൊഴിഞ്ഞ ആ മനുഷ്യൻ അവൻ്റെ കൂടെയായിരിക്കാൻ യാചിച്ചു. യേശുവാകട്ടെ അവനെ പറഞ്ഞയച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു, നീ വീട്ടിലേക്ക് തിരിച്ചു പോവുക, ദൈവം നിനക്ക് ചെയ്തതൊക്കെയും വിവരിക്കുക. യേശു തനിക്ക് വേണ്ടി ചെയ്തവയെല്ലാം പട്ടണം മുഴുവൻ പ്രഘോഷിച്ച് അവൻ പോയി. ജായിറോസിൻ്റെ മകൾ രക്തസ്രാവക്കാരി. യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ വരവേറ്റു. എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജായിറോസ് എന്നു പേരുള്ള ഒരുവൻ വന്നു. അയാൾ സിനഗോഗിലെ അധികാരിയായിരുന്നു. അയാൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് അപേക്ഷിച്ചു. കാരണം 12 വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു. അവൻ പോകുമ്പോൾ ജനക്കൂട്ടം അവനെ തിക്കിക്കൊണ്ടിരുന്നു. 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്നവളും സമ്പാദ്യം മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവരുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? എല്ലാവരും നിഷേധിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറഞ്ഞിരിക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിന് സ്പർശിച്ചുവെന്നും എങ്ങനെ തൽക്ഷണം സുഖമാക്കപ്പെട്ടുവെന്നും ജനം മുഴുവൻ്റെയും മുമ്പാകെ അറിയിച്ചു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിൽ പോകുക. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കണ്ട. ഇത് കേട്ട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ രക്ഷപ്പെടും. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടെ അകത്ത് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് അവർ അവനെ പരിഹസിച്ചു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികയെ, എഴുന്നേൽക്കുക. അപ്പോൾ അവളുടെ ആത്മാവ് തിരിച്ചു വന്നു. ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും നൽകാൻ അവൻ നിർദ്ദേശിച്ചു. അവരുടെ മാതാപിതാക്കന്മാർ അത്ഭുത സ്തബ്ധരായി. സംഭവിച്ചതെന്തെന്ന് ആരോടും പറയരുതെന്ന് അവൻ കൽപ്പിച്ചു. സുഭാഷിതങ്ങൾ അധ്യായം 26 വാക്യങ്ങൾ 1 മുതൽ 3 വരെ. വേനൽക്കാലത്ത് മഞ്ഞുപോലെയും കൊയ്ത്തുകാലത്ത് മഴ പോലെയും ഭോഷന് ബഹുമതി അനുയോജ്യമല്ല. പാറിപ്പറക്കുന്ന കുരുവിയെപ്പോലെയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയെപ്പോലെയും അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൺ, അതുപോലെയാണ് ഭോഷന്റെ മുതുകിന് വടി.
സ്നേഹപിതാവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുന്നു. മിശിഹായെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു കാണുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തെ കാണാനുള്ള കഴിവും കൃപയും ഞങ്ങൾക്ക് അങ്ങ് തരണമേ എന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, 315-ാമത്തെ ദിവസത്തിൽ നമ്മൾ ഇന്ന് ദീർഘമായ ഒരു ഭാഗമാണ് വായിച്ചത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുണ്ട്. ശ്രദ്ധയോടെ നിങ്ങൾ ഓരോ ദിവസവും വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക അത്യാവശ്യമായ ഒരു കാര്യമാണ്. സാബത്ത് ആചരണത്തെക്കുറിച്ച് തർക്കമുണ്ടാവുന്നു. അതുപോലെ തന്നെ സാബത്തിൽ യേശു രോഗശാന്തി നൽകുകയും ചെയ്യുന്നു. ക്രിസ്തുവിലൂടെ നമ്മൾ മിശിഹായുഗ പൂർത്തീകരണ കാലത്തെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ഒരു ബോധ്യം, യേശു നിയമത്തെയും പ്രവാചകന്മാരെയും, അതായത് എഴുതപ്പെട്ട പഴയ നിയമത്തെ അസാധുവാക്കാനല്ല വന്നത്, മറിച്ച് പൂർത്തിയാക്കാനാണ് വന്നത്. പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് നിയമത്തെ ദൈവം കാണുന്ന വിധത്തിലായിരുന്നില്ല പലപ്പോഴും പഴയ നിയമ ജനത മനസ്സിലാക്കിയിരുന്നത്. നിയമത്തിൻ്റെ അക്ഷരാർത്ഥം എടുക്കുകയും അതിൻ്റെ ആന്തരികത വിസ്മരിക്കുകയും ചെയ്ത ഒരു പരാജയം നിയമത്തെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവം തന്ന നിയമങ്ങളുടെ ആന്തരികതയെ നന്നായി അവരുടെ മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കാൻ യേശു എപ്പോഴും പരിശ്രമിച്ചിരുന്നു. അതാണ് നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ കണ്ടത്. കൊല്ലരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ ആന്തരികത കോപിക്കരുത് എന്നാണ്. മോഷ്ടിക്കരുത് എന്നതിൻ്റെ ആന്തരികത മോഹിക്കരുത് എന്നാണ്. വ്യഭിചാരം ചെയ്യരുത് എന്നതിൻ്റെ ആന്തരികത ആസക്തിയോടെ നോക്കരുത് എന്നാണ്. അപ്പോൾ ഈ പ്രവൃത്തി എന്നതിനപ്പുറത്ത് മനോഭാവത്തെ വിശുദ്ധീകരിക്കാനാണ് യേശു ആവശ്യപ്പെട്ടത് ഒരു വശത്ത്. മറുവശത്ത് ഒരു നിയമം നൽകുമ്പോൾ ആ നിയമം എന്തിനു വേണ്ടി നൽകപ്പെട്ടു എന്നത് ഗ്രഹിക്കാതെ അക്ഷരാർത്ഥത്തിലുള്ള അതിൻ്റെ പാലനം നമ്മെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നില്ല എന്ന് പറയാനും കൂടിയാണ് യേശു ശ്രമിച്ചത്. അതാണ് നമ്മൾ സാബത്തിൽ കാണുന്നത്. സാബത്ത് ഒരു മനുഷ്യൻ ദൈവിക സ്വഭാവമുള്ളവനായി മാറാനുള്ള ഒരു വിശ്രമ ദിവസമായിരുന്നു. എന്തിനായിരുന്നു വിശ്രമം? ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെട്ട് ലോകവ്യഗ്രതകളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ താൻ ഈ ലോകത്തിൽ എന്നും ജീവിക്കേണ്ടവനല്ലെന്നും എപ്പോഴും അധ്വാനിക്കേണ്ട ആളല്ലെന്നും തനിക്ക് ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ബാധ്യത 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസവും 365 ദിവസവും തനിക്കുണ്ട് എന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിയേണ്ടതുണ്ടെന്നും അത് തിരിച്ചറിയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ സാബത്ത് ദിവസം. അപ്പോൾ ഈ സാബത്തിലെ ഒരു മനുഷ്യൻ ദൈവിക സ്വഭാവമുള്ള ആളായി മാറുക എന്നതാണ് സാബത്തിൻ്റെ ഉദ്ദേശം തന്നെ. അത് മനസ്സിലാക്കാതെ സാബത്ത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയും നന്മ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവരുടെ തെറ്റായ ധാരണകളെയാണ് യേശു തിരുത്തുന്നത്. ഇന്നും നമ്മൾ നിയമങ്ങൾ പാലിക്കുമ്പോൾ ഈ ആന്തരികതയെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് സുവിശേഷ ഭാഗ്യങ്ങൾ. സുവിശേഷ ഭാഗ്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഭാഗ്യങ്ങളും ശാപങ്ങളുമായിട്ടാണ്. അതായത് ആദ്യ ഭാഗത്ത് നിങ്ങൾ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. രണ്ടാം ഭാഗത്ത് സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, ചിരിക്കുന്നവരെ ദുരിതം, മനുഷ്യർ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ ദുരിതം, ഇങ്ങനെ പറയുന്നു. ഇത് നിയമാവർത്തനം 28-ാം അധ്യായത്തിൽ അനുഗ്രഹങ്ങളും ശാപങ്ങളും നൽകിയതിന് സമാന്തരമായി യേശു പുതിയ നിയമത്തിൻ്റെ കൽപ്പനകൾ നൽകുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പറയുന്നു, ബാഹ്യമായ ഒരു വിശുദ്ധിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ആന്തരികമായ ഒരു വിശുദ്ധിയാണ്. ആന്തരിക വിശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നൽകപ്പെടുന്ന ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധി എന്താണെന്ന് നിർവചിക്കുകയാണ്. അതായത് കരുണയാണ് വിശുദ്ധി. ഇനി അതുപോലെ തന്നെ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അതായത് ഒരു വ്യക്തി വിശുദ്ധനാവുന്നത് അയാളുടെ ഹൃദയത്തിൽ വിശുദ്ധി നിറയുമ്പോഴാണ്. നമുക്കറിയാം, വിശുദ്ധി എന്ന് നമ്മെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ അതൊരു കൂട്ടം നല്ല പ്രവൃത്തികളല്ല, മറിച്ച് വിശുദ്ധി ഒരു വ്യക്തിയാണ്, അത് ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തു ഹൃദയത്തിൽ നിറയുമ്പോഴാണ് നമ്മളിൽ നിന്ന് നല്ല പ്രവൃത്തികൾ പുറത്തു വരുന്നത്.
നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന സംഭവത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിൽ ഏലിയ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെയും അതുപോലെ ശൂനേംകാരിയുടെ മകനെ ഏലീഷ ഉയർപ്പിച്ചതുപോലെയും ഈ രണ്ട് സംഭവങ്ങളുടെ ഒരു നിഴൽ നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ അമ്മ ഈ മകൻ്റെ മരണത്തിൻ്റെ മുമ്പിൽ ഒരു മടങ്ങിവരവിന് വേണ്ടി കാത്തിരുന്നതിൻ്റെ ഒരു മുൻസൂചനയും ഈ അമ്മയിൽ നമുക്ക് കാണാൻ കഴിയും. ഈശോ ഈ ശവമഞ്ചത്തിൽ തൊട്ടു എന്നാണ് ലൂക്ക എഴുതുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരാഴ്ചത്തേക്ക് ഈ യഹൂദ റബി അശുദ്ധനാവാൻ പോരുന്ന ഒരു പ്രവൃത്തിയാണ് യേശു ചെയ്തത്. ഈ ശവമഞ്ചത്തിൽ തൊട്ടു. അതുപോലെ തന്നെയാണ് രക്തസ്രാവക്കാരി തന്നെ തൊട്ടപ്പോഴും അവൻ അവളെ പ്രശംസിച്ച് സംസാരിക്കുന്നു. പാപിനി യേശുവിൻ്റെ പാദങ്ങളിൽ തൊടുന്ന സംഭവവും ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു. അതായത് വേദനയിലും രോഗത്തിലും ശാപത്തിലും പാപത്തിലും കഴിഞ്ഞിരുന്ന മനുഷ്യരിലേക്ക് അവർ യേശുവിനെ തൊട്ടപ്പോഴോ യേശു അവരെ തൊട്ടപ്പോഴോ ഒഴുകിയത് യേശുവിൻ്റെ വിശുദ്ധിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമ ജീവിതം. അതായത് നമ്മൾ ക്രിസ്തു ഉള്ളവരായി മാറുമ്പോൾ നമ്മൾ കാലുകുത്തുന്ന ഇടങ്ങളും നമ്മൾ സ്പർശിക്കുന്ന വ്യക്തികളും ഇടങ്ങളുമെല്ലാം ദൈവികതയുള്ളവരായി മാറുക എന്ന ഒരു ഉയർന്ന തലത്തിലേക്കാണ് വിശ്വാസിയെ ദൈവം വിളിക്കുന്നത്. നമ്മൾ ആരെയെങ്കിലും സ്പർശിച്ച് നമ്മൾ അശുദ്ധരാകുന്നു എന്ന ആ പഴയ ധാരണയ്ക്കപ്പുറത്ത് നമ്മിൽ നിന്ന് കൃപ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു എന്ന ഒരു പുതിയ നിയമത്തിൻ്റെ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാനാണ് ദൈവം നമ്മളെയും വിളിക്കുന്നത്. സ്നാപക യോഹന്നാൻ്റെ സംശയത്തെക്കുറിച്ച് നമുക്ക് സംശയം തോന്നാം. സ്നാപക യോഹന്നാനാണല്ലോ യേശുവിനെ അവതരിപ്പിച്ചത്. എന്നാൽ യേശു നൂറ്റാണ്ടുകളായി യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന ഒരു മെശിഹായുടെ ഭാവങ്ങൾ ഉള്ള ആളായി യോഹന്നാന് തോന്നുന്നില്ല. യേശു ഒരു സാധാരണക്കാരനെ പോലെ പാപികളുടെ കൂടെ ഇടപഴകി ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനെ അല്ല അവർ വിഭാവനം ചെയ്തത്, മറിച്ച് ഒരു രാഷ്ട്രീയ വിമോചകനെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അത്തരമൊരു സംശയവുമായി ശിഷ്യന്മാരെ അയക്കുന്നത്. ഇനി ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമുള്ള ചില വിവരണങ്ങളിലൊന്നാണ് യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ചുള്ള വിവരണം. പിന്നെ വിധക്കാരൻ്റെ ഉപമ, വചനം നമ്മുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടാണ് പതിയാത്തത് എന്നതിനെക്കുറിച്ചുള്ള ദീർഘമായ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ വായനയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ പിശാച് ബാധിതനെ സുഖപ്പെടുത്തി കഴിഞ്ഞ് അവനെ യേശു അവൻ്റെ പട്ടണത്തിലേക്ക് സുവിശേഷ വേലയ്ക്കായി അയക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ വ്യാപനം എന്ന വലിയൊരു ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നതും നമ്മൾ മറന്നു പോകരുതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്പം ദീർഘമായി എന്ന് അറിയാം. അതായത് രക്തസ്രാവക്കാരി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലാണ് തൊട്ടത്. ഒരു യഹൂദ റബി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഫ്രിഞ്ചിൽ ചിത്രപ്പണികൾ തുന്നി വെച്ചിരുന്നത് ദൈവവചനം എപ്പോഴും ഓർമ്മിക്കണം എന്നതിൻ്റെ അടയാളമായിട്ടായിരുന്നു. ശിരസ് മുതൽ പാദം വരെ വചനത്താൽ നയിക്കപ്പെടണമെന്ന ഒരു നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾ തയ്ച്ച് ആ ഉടുപ്പിൽ ചേർത്ത് വെച്ചിരുന്നത്. ഈ സ്ത്രീ തൊട്ടത് ആ തൊങ്ങലുകളിലാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവവചനത്തിലാണ്. ഓരോ ദൈവവചനത്തിലും ക്രിസ്തുവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നു. വചനത്തെ തൊടുമ്പോൾ നമ്മൾ തൊടുന്നത് യേശുവിനെ തന്നെയാണ്. നല്ല അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.